ഹലോ, എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ഓണം മേക്കപ്പ് ലുക്ക് ചെയ്യാം. റിക്വലിൻ്റെ മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഡ്രൈ സ്കിന്നുകാർക്ക് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലുള്ള ഒരു മോയ്സ്ചറൈസറാണ്. അതേസമയം തന്നെ ഫേസ് ഭയങ്കര ക്രീസി ആക്കി അങ്ങനെയൊന്നുമില്ല, നന്നായിട്ട് അബ്സോർബ് ആയി പോകുന്ന രീതിയിലുള്ള ഒരു മോയ്സ്ചറൈസറാണ്. നമുക്കൊരു ഡ്യൂയി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ലാക്മേയുടെ ഈ ഒരു ലുമി ക്രീം യൂസ് ചെയ്യാം. ഇതും ഒരു മോയ്സ്ചറൈസറാണ്, പക്ഷേ ഇതിൻ്റെ ഒരു ക്വാണ്ടിറ്റി വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു മോയ്സ്ചറൈസർ മാറി ഇങ്ങനെ അപ്ലൈ ചെയ്യാനായിട്ടുള്ളൊരു ക്വാണ്ടിറ്റിയിൽ ഇതില്ല. അതുകൊണ്ട് ഞാൻ ഹൈ പ്ലെയിൻസിൽ മാത്രമായിട്ടാണ് എപ്പോഴും അപ്ലൈ ചെയ്യാറ്. എൻവൈബയുടെ പ്രൈമറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിലൊരു വളരെ ടൈനി ആയിട്ടുള്ള ചെറിയ രീതിയിലുള്ള ഒരു ഷിമ്മർ പാർട്ടിക്കിൾസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ആ ഒരു ഡ്യൂയി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, ആ ഒരു ബ്രൈറ്റനിങ് എഫക്റ്റ് കിട്ടാനും ഒക്കെ സഹായിക്കുന്ന രീതിയിലുള്ളൊരു പ്രൈമറാണ് എൻവൈബയുടേത്. ഇൻസൈറ്റിൻ്റെ ഈ ഒരു കൺസീലർ പാലറ്റിൽ നിന്ന് ഞാൻ ഓറഞ്ച് കറക്റ്ററും അതേപോലെ തന്നെ കുറച്ചൊരു യെല്ലോ ടിൻറ്റുള്ള ഒരു കൺസീലറും കൂടി മിക്സ് ചെയ്തിട്ടാണ് എൻ്റെ ഡാർക്ക് സർക്കിൾ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണത്. നമുക്ക് വല്ലാതെ അധികമായിട്ട് ഡാർക്ക് സർക്കിളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതെല്ലാം നല്ല ഇൻറ്റൻസ് ആയിട്ടുള്ള ഡാർക്ക് സർക്കിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് വെറും ഓറഞ്ച് കളർ കറക്റ്റർ മാത്രം യൂസ് ചെയ്തിട്ട് വേണം ഈ ഒരു ഡാർക്ക് സർക്കിൾസ് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് കണ്ണിൻ്റെ മുകൾ ഭാഗത്തും അതേപോലെ തന്നെ എനിക്ക് കുറച്ചൊരു ഡാർക്ക്നെസ്സും അൺഈവൻ സ്കിൻ ടോണൊക്കെ തോന്നുന്ന ഭാഗത്തും അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം മെബലിൻ ഫിറ്റ് മീൻ്റെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് പ്രോഡക്റ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ, കാരണം നമ്മൾ കൺസീൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ രീതിയിലുള്ളൊരു കവറേജ് ഒന്നും വേണ്ട ആവശ്യമില്ല. നമുക്കൊരു വളരെ നാച്ചുറൽ ആയിട്ടുള്ള ലുക്കാണ് ഞാൻ ഓണത്തിന് പ്രിഫർ ചെയ്യുന്നത്. നോർമലി എല്ലാവരും അതായിരിക്കും ഇഷ്ടപ്പെടുകയുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കുറച്ച് പ്രോഡക്റ്റ് എടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. സമയം എടുത്തിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്യണം. എപ്പോഴും മേക്കപ്പിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് അത് സ്കിൻ ലൈക്ക് ആക്കി മാറ്റുക എന്നുള്ളതാണ്. ഫേസസ് കാനഡയുടെ കോമ്പാക്റ്റ് പൗഡറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് വലിയൊരു കവറേജ് ഒന്നും ഇല്ലാത്ത കോമ്പാക്റ്റ് ആണ്. നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു കോമ്പാക്റ്റ് പൗഡറാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് എനിക്ക് ക്രീസ് ചെയ്യും എന്ന് തോന്നുന്ന ഭാഗത്ത് മാത്രമേ ഞാൻ അപ്ലൈ ചെയ്യാറുള്ളൂ. ഫുൾ ഫേസിൽ ഞാൻ അങ്ങനെ പൗഡർ ഇടാറില്ല. അടുത്തായിട്ട് ഇബ കോസ്മെറ്റിക്സിൻ്റെ കാജൽ പെൻസിൽ യൂസ് ചെയ്തിട്ട് നമുക്കൊരു സ്ലൈറ്റായിട്ട് വളരെ ചെറിയ രീതിയിലുള്ള ഒരു സ്മോക്കി എഫക്റ്റ് കൊടുക്കാം. ഒരുപാട് ഭയങ്കര എടുത്ത് നിൽക്കുന്ന രീതിയിലൊരു സ്മോക്കി ഐ മേക്കപ്പ് അല്ല ഇത്. ഇത് വളരെ ലൈറ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്മോക്കി ലുക്കാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഈ രീതിയിൽ നമ്മൾ ഐലൈനർ വരയ്ക്കുന്ന പോലെ കാജൽ പെൻസിൽ വെച്ച് വരച്ചു കൊടുക്കുക. ശേഷം ഒന്നുകിൽ നിങ്ങൾക്ക് നമ്മൾ ഇയർബഡ്സ് യൂസ് ചെയ്തിട്ട് സ്മഡ്ജ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു കുറച്ച് നല്ല ചെറിയ ഫേം ആയിട്ടുള്ള ഒരു ബ്രഷ് വെച്ചിട്ട് ഈ രീതിയിൽ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ബ്ലെൻഡ് ചെയ്യുന്നതിനോടൊപ്പം നമുക്ക് കുറച്ചൊരു ഡാർക്ക് ആയിട്ടുള്ള ഒരു ഐ ഷാഡോ പൗഡർ വെച്ചിട്ട് അതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്യുമ്പം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കറക്റ്റായിട്ടുള്ള ആ ഒരു സ്മോക്കി എഫക്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ രീതിയിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ഈ ഒരു ഞാൻ കാണിച്ചിട്ടുള്ള ലൈറ്റ് ഷെയ്ഡായിട്ടുള്ള ഒരു ട്രാൻസിഷൻ പോലത്തെ കളറും കൂടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, ഈസി ആയിട്ട് ചെയ്ത് കൊടുക്കാനും പറ്റും. നമ്മൾ ഒരുപാട് എഫേർട്ടുള്ള ഇട്ട പോലത്തെ ഒരു ലുക്കും കിട്ടും. അതേപോലെ തന്നെ നല്ല സട്ടിലായിട്ടൊരു സ്മോക്കി ഐസും കിട്ടും. വാട്ടർ ലൈൻ ഏരിയയിൽ ഭയങ്കര ഡാർക്കായിട്ട് ഞാൻ കൊടുക്കുന്നില്ല. നിങ്ങൾ ഡാർക്കായിട്ട് കൊടുക്കാനാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ കാജൽ നിങ്ങൾക്ക് ഡാർക്കായിട്ട് വരയ്ക്കാം. ശേഷം ലാഷസ് ഒന്ന് കേൾ ചെയ്തതിന് ശേഷം മെബലിൻ്റെ ടോട്ടൽ ടെംപ്റ്റേഷൻ മസ്കാരയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്കും കാര്യങ്ങളും ഒക്കെയും തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോഡക്റ്റ് ഞാൻ അപ്ലൈ ചെയ്ത് ഇഷ്ടമായി അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസ് നോക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും കേട്ടോ. അപ്പോൾ മസ്കാര നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഫേക്ക് ലാഷസ് ഒന്നും വെക്കുന്നില്ല. ആരും അങ്ങനെ ഫേക്ക് ലാഷസ് ഓണത്തിന് വെക്കാൻ പ്രിഫർ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ നാച്ചുറലായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു ലുക്ക് ഉണ്ടാവുകയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ തന്നെ കാണിക്കുകയാണ്. അടുത്തതായിട്ട് ഞാൻ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഐബ്രോ പെൻസിൽ യൂസ് ചെയ്തിട്ട് ഐബ്രോസ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യാറ് ഐബ്രോസ് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് താഴത്തും മേലെയായിട്ട് ഇതേപോലെ എൻ്റെ ഐബ്രോസിനെ ഫോളോ ചെയ്തിട്ട് ഔട്ട്ലൈന് കൊടുക്കും. കണ്ടില്ലേ, മേലെ ഭാഗത്തും താഴെ ഭാഗത്തുമായിട്ട് ഔട്ട്ലൈൻ ഇതേപോലെ കൊടുത്തതിന് ശേഷം പിന്നീട് ഫില്ല് ചെയ്യേണ്ട പോർഷൻസ് ഉണ്ടാവില്ലേ നമുക്ക്, അതായത് നമുക്ക് മനസ്സിലാവും ഇങ്ങനെ അവിടെ എംപ്റ്റി ആയി കിടക്കേണ്ട ആ ഭാഗം ഇതേപോലെ ഫില്ല് ചെയ്ത് പോവുക. അങ്ങനെ വരച്ചു കൊടുക്കരുത്, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ലൈറ്റ് ഹാൻഡഡ് ആയിട്ട് ഫില്ല് ചെയ്തിട്ട് പോവുക കേട്ടോ. എർത്രൈഥമിൻ്റെ ഈ ഒരു ലിപ്പ് ആൻഡ് ചീക്ക് ടിൻറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു കറണ്ട് ഒബ്സഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും നല്ല പ്രോഡക്റ്റാണ്. നമുക്ക് സ്കിൻ ലൈക്ക് ആയിട്ടുള്ള സ്കിന്ന് ഭയങ്കര ജ്യൂസി ഡ്യൂയി ആയിട്ടുള്ള ഒരു ലുക്കാണ് കിട്ടുക ഈ ഒരു പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ. ഇതിൻ്റെ ഷെയ്ഡും കാര്യങ്ങളും ഒക്കെയും തന്നെ ലിങ്കിലുണ്ടാവും കേട്ടോ. അപ്പോൾ അത് നമുക്ക് കൈവിരൽ വെച്ചിട്ട് തന്നെ ഇതേ രീതിയിൽ ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു വേർത്തൊക്കെ കഴിഞ്ഞ് സെറ്റിലാവില്ലേ, അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയാട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇൻസൈറ്റിൻ്റെ ക്രീം ഹൈലൈറ്ററാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഹൈലൈറ്ററായിട്ട്. ഇതും തന്നെ നല്ലൊരു പ്രോഡക്റ്റാണ്. ഭയങ്കരമായിട്ട് എടുത്തു നിൽക്കുന്നില്ല, ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലുക്കാണ് കിട്ടുക.
ബ്ലൂ ഹെവൻ്റെ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കസവിൻ്റെ കേരള സാരീനൊക്കെ കൂടെ നന്നായിട്ട് പോകുന്ന രീതിയിലുള്ള ഷെയ്ഡാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫിനിഷ്ഡ് ലുക്ക്. ഞാൻ സാരി കൊടുത്തിട്ട് റെഡി ആയിട്ട് ഇപ്പോൾ വരാം. ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.